ദാവീദും ദാവീദ് പുത്രനും. ദാവീദിനോട് ചേർത്ത് യേശുക്രിസ്തുവിന് നൽകുന്ന വിശേഷണങ്ങൾ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ബൈബിളിലെ മറ്റേതൊരു വ്യക്തിയേക്കാൾ അധികം യേശുക്രിസ്തുവിനെ ലഭിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ ദാവീദിനോട് ബന്ധപ്പെട്ട വിശേഷണങ്ങളാണ്. വെളിപ്പാട് 22:16 നാം വായിക്കുന്ന ദാവീദിൻ്റെ വംശമെന്നാണ്. യേശുക്രിസ്തു പിറന്നത് ദാവീദിൻ്റെ വംശത്തിൽ, കുലത്തിൽ, ദാവീദ് ഉൾപ്പെട്ട യഹൂദ ഗോത്രത്തിലാണ്, രാജകീയ വംശത്തിൽ. മറ്റൊരു പ്രധാന വിശേഷണം ദാവീദ് പുത്രൻ എന്നാണ്. സുവിശേഷങ്ങളിൽ നാം ഇത് ആവർത്തിച്ച് കാണുന്നുണ്ട്. യേശുവേ ദാവീദ് പുത്ര എന്ന് ബർത്തിമായൊക്കെ നിലവിളിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു മശിഹ വരുമ്പോൾ അവിടുന്ന് ദാവീദിൻ്റെ പുത്രനായി ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുമെന്ന്. അതുകൊണ്ട് തന്നെ യേശുവിനെ മശിഹയായി വിശ്വസിച്ചവർ ദാവീദ് പുത്രൻ എന്ന് മടി കൂടാതെ വിളിച്ചു. മൂന്നാമത്തെ ഒരു വിശേഷണം ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനാണ്. ദൈവമക്കൾക്ക് വേണ്ടി തുറക്കപ്പെടേണ്ട വാതിലുകളുടെ താക്കോൽ അത് ദുഷ്ടനായ പിശാചിൻ്റെ കയ്യിലോ ഭൂതാത്മാക്കളുടെ പക്കലോ നമുക്ക് വിരോധികളായിരിക്കുന്ന മനുഷ്യരുടെ കയ്യിലോ നമുക്ക് വിരോധമായി പ്രവർത്തികൾ ചെയ്യുന്ന അധികാരികളുടെയോ സുവിശേഷ വിരോധികളുടെ പക്കലോ അല്ല, മന്ത്രവാദികളുടെയോ ആഭിചാരകന്മാരുടെയോ കയ്യിലല്ല. നമുക്ക് വേണ്ടി തുറക്കപ്പെടേണ്ട എല്ലാ നല്ല വാതിലുകളുടെയും താക്കോൽ യേശു കർത്താവിൻ്റെ കയ്യിലാണ്. ആ നല്ല വാതിലുകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. ദോഷകരമായ വാതിലുകൾ അവിടുന്ന് അടയ്ക്കും. കർത്താവ് അടയ്ക്കുന്ന വാതിലുകൾ തുറക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ കർത്താവ് നമുക്കായി തുറക്കുന്ന നല്ല വാതിലുകൾ അടച്ചു കളയുവാനും ആർക്കും കഴിയുകയില്ല. മറ്റൊരു വിശേഷണം ദാവീദിൻ്റെ വേരെന്നാണ്. ഒരു വശത്ത് ദാവീദിൻ്റെ വംശത്തിൽ പിറന്നെങ്കിലും ദാവീദിനും ദാവീദിൻ്റെ കുലത്തിനും ദാവീദിൻ്റെ കുടുംബത്തിനും ദാവീദിൻ്റെ ഗോത്രത്തിനുമൊക്കെ ആധാരം യേശുക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ വേരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വേരാണ് ഓരോ വൃക്ഷങ്ങളെയും ചുമക്കുന്നത്. വളർച്ചയിൽ പ്രധാന ഘടകം വേര് തന്നെയാണ്. വേരില്ലെങ്കിൽ ഒരു മരത്തിനും ഒരു ചെടിക്കും വളരുവാൻ കഴിയത്തില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം അത് കർത്താവ് തന്നെയാണ്. മറ്റൊരു വിശേഷണം ദാവീദിൻ്റെ കർത്താവെന്നാണ്. ഒരു വശത്ത് ദാവീദിൻ്റെ പുത്രനായിരിക്കുമ്പോൾ മറുവശത്ത് ദാവീദ് തന്നെ യേശുവിനെ വിളിക്കുന്നത് കർത്താവെന്നാണ്. കാരണം മനുഷ്യത്വത്തിൽ യേശു ദാവീദിൻ്റെ കുലത്തിൽ പിറന്ന ദാവീദ് പുത്രനാണെങ്കിലും അവിടുന്ന് ആളത്വത്തിൽ ദൈവത്വത്തിൽ ദാവീദിൻ്റെ കർത്താവാണ്. ദാവീദിനും ദാവീദിൻ്റെ കുടുംബത്തിനും ഒക്കെ ആധാരമായിരിക്കുന്ന, ഭൂമിക്കും പ്രപഞ്ചത്തിനുമൊക്കെ ആധാരമായിരിക്കുന്ന, നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന, നമ്മുടെ നിത്യതയ്ക്ക് ആധാരമായിരിക്കുന്ന കർത്താവാണ് യേശു ക്രിസ്തു. വേറൊരു വിശേഷണം നാം കാണുന്ന ദാവീദിൻ്റെ രാജ്യമെന്നാണ്. കർത്താവായ യേശു ക്രിസ്തു ഭാവിയിൽ ഭരിക്കുവാൻ പോകുന്ന രാജ്യം ഇസ്രായേൽ, അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ദാവീദിൻ്റെ രാജ്യമെന്നാണ്. യേശുക്രിസ്തു ഇരിക്കുവാൻ പോകുന്ന സിംഹാസനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ദാവീദിൻ്റെ സിംഹാസനമെന്നാണ്. ദാവീദിൻ്റെ സിംഹാസനം. അങ്ങനെ ദാവീദുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിശേഷണങ്ങൾ കാണുവാൻ കഴിയും. യെരുശലേമിലെ ദൈവാലയം, ആ ദൈവാലയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദാവീദിൻ്റെ കൂടാരമെന്നാണ്. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പണിയും. കർത്താവിൻ്റെ സഭയെ കർത്താവ് പണിയുമെന്നതിൻ്റെ ഒരു പ്രവചനം കൂടിയാണത്. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പല വിശേഷണങ്ങളും ദാവീദുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഒരു പൂർണ്ണതയുള്ള മനുഷ്യനെ നാം തിരുവഴുത്തിലേക്ക് നോക്കുമ്പോൾ അത് യേശു മാത്രമാണ്, ദാവീദ് പുത്രനാണ്. എന്നാൽ പരാജയപ്പെട്ട ഒരുവനെ ദൈവം ഉപയോഗിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, മകുടോദാഹരണം, അത് ദാവീദാണ്. പല പാപങ്ങൾ സംഭവിച്ചു, പല തെറ്റുകൾ സംഭവിച്ചു. പക്ഷേ അനുദപിക്കുന്ന ഒരു ഹൃദയമുണ്ടായിരുന്നതിനാൽ ദാവീദ് തിരുവഴുത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏറ്റവും അധികം പരാജയങ്ങൾ സംഭവിച്ചിട്ടും മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ദാവീദുമായി ബന്ധപ്പെട്ടാണ് യേശുവിൻ്റെ പല വിശേഷണങ്ങൾ.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചു, ഇനിയും എന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്നുവോ? ദാവീദ് നമുക്ക് തരുന്ന പ്രചോദനം മറക്കാതിരിക്കുക. ദാവീദിൻ്റെ ജീവിത പഠനം, ദാവീദിൻ്റെ ജീവിത ചരിത്രത്തിൻ്റെ പഠനം നമുക്ക് തരുന്ന ആ ആത്മപ്രചോദനം ഉൾക്കൊള്ളുക. പരാജയപ്പെട്ടവനെയും പിന്നെയും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഒരു മനസ്സുണ്ടെങ്കിൽ, അനുദപിക്കുന്നൊരു ഹൃദയമുണ്ടെങ്കിൽ, ശരിയായി അനുദപിക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ, മടങ്ങി വരുവാൻ നാം തയ്യാറാണെങ്കിൽ, കർത്താവിൻ്റെ നാമം ഭൂമിയിലൊക്കെയും മഹിമപ്പെടണമെന്ന് നമുക്ക് ആഴമേറിയ വാഞ്ചയുണ്ടെങ്കിൽ, പരാജയപ്പെട്ടവനെ, തകർന്നു പോയതിനെ, സാധ്യതയില്ലാത്തതിനെ ഉപയോഗിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പൂർണ്ണതയുള്ള യേശുവിനെ നമുക്ക് നോക്കാം. അവിടെ നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവുമാണ്. എന്നാൽ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് പറ്റിയ പരാജയങ്ങൾ, അബദ്ധങ്ങൾ, തിന്മകൾ, തെറ്റുകൾ, അതിൻ്റെ കുറ്റബോധത്തിൽ മനസ്സുടക്കിക്കിടന്ന് ജീവിതത്തിൻ്റെ വർഷങ്ങൾ പാഴാക്കാതെ, നമുക്ക് വേണ്ടി രക്തം തന്ന, മാംസം തന്ന് നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കിയ, നമ്മൾക്ക് വേണ്ടി ജീവനെ തന്ന് രക്ഷാവഴി തുറന്ന യേശുനാഥന് വേണ്ടി ഈ ആയുസ്സ് പ്രയോജനപ്പെടേണ്ടതിനായി നമുക്ക് സമർപ്പിക്കാം. പരാജയപ്പെട്ട ദാവീദിനെ പോലെയുള്ള ഒരു മനുഷ്യനെ ധാരാളമായി ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഇസ്രായേലിൻ്റെ മധുരഗായകനായി ദൈവം പ്രയോജനപ്പെടുത്തെങ്കിൽ, സങ്കീർത്തനങ്ങളിൽ പകുതിയിലധികം എഴുതുവാനും അത് ലോകമെങ്ങും വ്യത്യസ്തമായ ഭാഷകളിൽ ഏറ്റവും അധികം ആലപിക്കപ്പെടുന്ന, വായിക്കപ്പെടുന്ന ഗീതങ്ങൾ എഴുതുവാൻ, പാടുവാനൊക്കെ ദാവീദിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഇസ്രായേലിനെ 40 വർഷം ഭരിക്കുവാൻ ദാവീദിനെ ദൈവം കരങ്ങളെടുത്തെങ്കിൽ, ഈ തലമുറയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മളിൽ കൂടെ തന്നെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദാവീദ് പുത്രനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ദാവീദിൽ നിന്ന് എടുക്കുവാൻ കഴിയുന്ന ആത്മീയ പ്രചോദനം, പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി കർത്താവ് സഹായിക്കട്ടെ.